ഇനി അടുത്തൊരു വിഷയം, ഇവർ ദുആഇനെ 2 ഇനങ്ങളാക്കി തിരിക്കുന്നു. ഇബാദത്താകുന്ന ഒരു ദുആ, ഇബാദത്തല്ലാത്തൊരു ദുആ. ഇങ്ങനെ ദുആഇനെ തഖ്സീം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ബാത്തിലാണ്. ശുദ്ധ ഖുർആനിലോ ഹദീസിലോ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം. ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ന്യായമാണ്, ഞങ്ങൾ നടത്തുന്നത് ഇബാദത്തല്ലാത്ത ദുആയാണ്. മക്കാ മുശ്രിക്കുകൾ അവരുടെ ആലിഹത്തിനോട് നടത്തുന്നത് അതെന്താണ്? ഇബാദത്താകുന്ന ദുആയാണ്. മക്കാ മുശ്രിക്കുകൾ ലാത്തയെ വിളിച്ചാൽ ഇബ്രാഹിം നബിയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്ക്. ഇബ്രാഹിം നബിയെ ഞങ്ങൾക്ക് കുട്ടികളെ തരണേ എന്ന് മക്കാ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക്. മൊഹീദ്ദീൻ ഷെയ്ഖെ കുട്ടികളെ തരണേ എന്ന് ഞങ്ങൾ ഇവിടെ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാവില്ല. കാരണം എന്താ? മക്കാ മുശ്രിക്കുകൾ നടത്തിയത് ഇബാദത്താകുന്ന ദുആ, ഞങ്ങൾ നടത്തുന്നത് ഇബാദത്തല്ലാത്ത ദുആ. ഇത് ബാത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി ഒരുപാട് പ്രവാചകന്മാരെ പ്രാർത്ഥന ഖുർആനിൽ കാണാൻ സാധിക്കും. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുവിനോട് അല്ലാതെ ഉള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇബാദത്താകുന്ന പ്രാർത്ഥന, ഇത് ഇബാദത്താകാത്ത പ്രാർത്ഥന, അത് നിങ്ങൾ ആരോടും നടത്തിക്കോ. ഇബാദത്താകുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇബാദത്തല്ലാത്ത പ്രാർത്ഥന ആരോട് വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ സാധിക്കോ? ഇല്ല. ഇതിനെ വേർതിരിക്കുന്ന വേർതിരിവ്, ഇതിനെ അളക്കുന്ന അളവുകോൽ എന്താണ്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു ന്യായം, ഈ ഒരു വാദം അത് ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു ന്യായമാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. കൊടുത്ത കഴിവൊന്നും ചോദിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം തന്നെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരാൾക്കും തന്റെ കഴിവിൽ നിന്ന് ചോദിക്കുവാൻ ഒന്നും തന്നെ അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ല. അവർ ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നുമില്ല. തഫ്സീറുകളിൽ കാണാം, വമാ മല്ലകഹും വമാ മലകൂ ശൈആ. അള്ളാഹു അങ്ങനെ നമുക്ക് അവരോട് ചോദിക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വമാ മല്ലക വമാ മലകൂ ശൈആ. അവരുടെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാൻ അവരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു ന്യായം, ഇലാഹ് ആണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലേ ദുആ നടത്തിയാലേ അത് ശിർക്കാവൂ. ഇലാഹ് ആണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലേ ദുആ അത് പ്രാർത്ഥനയാകൂ, ഇബാദത്താകൂ, ശിർക്കാകൂ. ഇലാഹ് ആണ് എന്ന് വിശ്വാസമല്ല എങ്കിൽ അത് ശിർക്കാകൂല, അതും ബാത്തിലാണ്. യഥാർത്ഥത്തിൽ ആ ഇബാദത്ത് ദുആ ഇവനിലേക്ക് തിരിച്ചു വിട്ടത് മൂലം തന്നെ എന്തായി, അവൻ ഇലാഹായി. ഈ ഒരു പറയുന്ന അടിസ്ഥാനം അത് പൊള്ളയാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ച് വിളിച്ചാലേ പ്രാർത്ഥനയാകൂ, ശിർക്കാകൂ എന്നില്ല. അത് പ്രാർത്ഥിച്ചാൽ തന്നെ അവൻ ഇലാഹായി. ഇനി വിശ്വസിച്ചാൽ, ഒരാൾ വിശ്വസിച്ചാൽ അവന് ദുആ ചെയ്യണമെന്നില്ല, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ഒരാൾ മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹാണ് എന്ന് വിശ്വസിച്ചു, പക്ഷെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, ശിർക്കാണത്. ഇനി ഒരാൾ മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹ് ഒന്നല്ല എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ അവൻ ഇലാഹാക്കിയിരിക്കുന്നു. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ എന്നിട്ട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകൂ എന്നുള്ള ഒരു വേർതിരിവും ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ ഇവരെ വലിയകൾക്ക് വേണ്ടി നിസ്കരിക്കും. എന്തുകൊണ്ട്? അതറിയാം, നിസ്കാരം അത് അള്ളാഹുവിന് മാത്രം, അത് ഇബാദത്താണ്. അത് ഏതെങ്കിലും വലിയനോ സാലിഹിനോ ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്കാകുന്നറിയാം. അതുപോലെ തന്നെയാണ് ദുആഇന്റെ കാര്യവും. ഇനി ഇലാഹ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, എല്ലാവരും അംഗീകരിക്കുന്ന, നിഷേധിക്കാൻ സാധിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ്. ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ?
ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആ ജിൻസിന്, ആ ഇനത്തിന് പറയുന്ന പേരാണ് ഇലാഹ്. ആരാധിക്കപ്പെടുന്നതായി എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ പറയുന്ന പേരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ വഇലാഹുൻ ജഅലൂഹു ഇസ്മൻ ലികുല്ലി മഅബൂദിൻ ലഹും. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഇലാഹ് എന്ന് പേര് വിളിച്ചത്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്ന് ഖുർആനിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കാ മുശ്രിക്കുകൾ ചോദിച്ചു, എല്ലാ ആരാധ്യന്മാരെയും നീ ഒരൊറ്റ ആരാധ്യന്മാരാക്കിയോ? അപ്പൊ നോക്ക്, അവർ അവരുടെ ആരാധ്യന്മാരെ ഇലാഹി എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇബാദത്തുകൾ നൽകുന്നത് കൊണ്ടാണ്. ആരാധനകൾ ചെയ്യപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിനും പറയുന്ന പേരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ. കുല്ലു മൻ ഇത്തുഖിദ മഅബൂദ് ഇലാഹുൻ ഇൻദ മുത്തഖിദിഹി. കുല്ലു മൻ ഇത്തുഖിദ മഅബൂദൻ ഇലാഹുൻ ഇൻദ മുത്തഖിദിഹി. ആരാണോ ഒരുവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇലാഹായി സ്വീകരിച്ചത്, അതിനെ ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കിയത്, അത് അവന്റെ അടുക്കൽ ഇലാഹ് തന്നെയാണ്. ഒരുവൻ ഒരു കല്ലിനെ ആരാധിച്ചു, ഒരുവൻ ഒരു ജാറത്തിനെ ആരാധിച്ചു, ഒരാൾ ഒരു തങ്ങളെ ആരാധിച്ചു, അവന്റെ അടുക്കൽ ആ തങ്ങൾ, ആ ജാറം, ആ കല്ല് എന്ത് വസ്തുവാണോ അതൊക്കെ ഇലാഹാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കുല്ലു മൻ സറഫ മിനൽ ഇബാദത്തി ശൈഅൻ ലിഗൈരില്ലാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തിരിച്ചുവിട്ടാൽ റഗ്ബതൻ ഇലൈഹി വറഹ്ബതൻ മിൻഹു. ആ തിരിച്ചുവിടുമ്പോൾ ആ തിരിച്ചുവിട്ട ആളോടുള്ള പ്രതീക്ഷ കൊണ്ടോ അയാളോടുള്ള പേടി കൊണ്ടോ ആകട്ടെ, ഫഖദ് ഇത്തഖദഹു നിദ്ദൻ ലില്ലാഹ്, അവൻ അല്ലാഹുവിനുള്ള സമനാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് അവനെ. ലിഅന്നഹു അശ്റക മഅ അല്ലാഹി ഫീമാ ഇസ്തഹഖഹു ഗൈറഹു. കാരണം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർത്തിരിക്കുകയാണ്. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് അയാളെ ഇലാഹാക്കലാണ് എന്ന അടിസ്ഥാനം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി മറ്റൊരു ശുബ്ഹത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥന നടത്തുക, സഹായം തേടുക അത് പാടില്ല എന്നുള്ളത് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുത്തനാചാരമാണ്, അതൊരു ബിദ്അത്താണ് എന്നാണ് പല ആളുകളും വാദിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുമെല്ലാം കൃത്യമായ തെളിവുള്ള കാര്യമാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുമ്പുള്ള പണ്ഡിതന്മാരും മുമ്പുള്ള അഇമ്മത്തുകളും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മഖ്ലൂഖിനോട് എന്ത് ചെയ്തിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല. ഇത് അഇമ്മത്തുകൾ പഠിപ്പിച്ച കാര്യം തന്നെയാണ്, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന പ്രത്യേക ഒരു പുത്തനാചാരമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുവാൻ, രക്ഷ തേടുവാൻ ഇവര് തെളിവ് പിടിക്കുന്ന ഒരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് കണ്ടില്ലേ, ഇത് അല്ലാഹു അല്ലാത്ത ആളുകളോട് തേടാനുള്ള തെളിവാണ്. നമുക്ക് ശിർക്കിന്റെ ആളുകളെ തെളിവുപെടുത്തങ്ങൾ ആലോചിച്ചു. വ്യക്തമായ ഒരു തെളിവും അവർക്ക് ലഭിക്കാനില്ല ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. എന്നിട്ട് ഇത്തരം വളരെ അവ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് ഇതിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവുണ്ട്. അങ്ങനെ ഒരു തെളിവാക്കിയ ഒരു കാര്യമാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിന്റെ സിഫത്ത് കൊണ്ട് അല്ലാഹുവിനോട് തേടുക, അല്ലാഹുവിനോട് തേടുന്നത് പോലെ സിഫത്ത് കൊണ്ട് തേടുക എന്നുള്ളത് അത് മഖ്ലൂക്കിനോട് തേടാനുള്ള തെളിവാക്കി ഇവർ സ്വീകരിച്ചിരിക്കണം. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇവിടെ അള്ളാഹുവിന്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ മൊത്തത്തിലുള്ള എല്ലാ സംസാരവും ഇവിടെ ഉൾപ്പെട്ടു, ഖുർആൻ ഉൾപ്പെട്ടു. അപ്പൊ ഇത് മഖ്ലൂക്കിനോട് തേടാനുള്ള തെളിവാക്കണമെങ്കിൽ ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ് എന്ന് പറയേണ്ടി വരും. അഊദു ബി കലിമാത്തില്ല എന്ന് പറയുമ്പോൾ കലിമാത്തുകൾ അള്ളാഹുവിന്റെ കലാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കലിമാത്ത് കൊണ്ട് തേടുന്നത് മഖ്ലൂക്കിനോടുള്ള തേടാനുള്ള തെളിവാക്കി കഴിഞ്ഞാൽ എന്തായി? ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ് എന്ന് വാദിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. മാത്രമല്ല ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനോടും തേടാനുള്ള തെളിവാവുകയില്ല അത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല എല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇമാം അൽ ഖത്താബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന അഹ്മദു യസ്തദില്ലു ബിഹാദൽ ഹദീസ് അലാ അന്ന കലാം അല്ലാഹി ലൈസ ബിമഖ്ലൂഖ്. ഇമാം അഹ്മദ് റഹിമഹുല്ല ഈ ഹദീസിനെ തെളിവ് പിടിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ കലാം അത് വിശുദ്ധ ഖുർആൻ അത് മഖ്ലൂഖല്ല എന്ന കാര്യത്തിനാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല തെളിവ് പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല വയസ്തദില്ലു ബിഅന്ന റസൂല ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ. ഇവര് ശിർക്കിന് വേണ്ടി തെളിവ് പിടിച്ച അതേ ഹദീസ് വെച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല, നോക്കണം ഇബ്നു തൈമിയുടെ മുമ്പുള്ള ആളാണ്, അദ്ദേഹം പറയാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം തെളിവ് പിടിച്ചിരിക്കുന്ന ഈ ഹദീസ് വെച്ചുകൊണ്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ലൂക്കിനോടും രക്ഷ തേടിയിട്ടില്ല, ഒരു മഖ്ലൂക്കിനോടും തേടിയിട്ടില്ല എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല തെളിവ് പിടിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒരു ശുബഹത്ത്, ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതി. ഇതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്നുള്ള ആ ഒരു പ്രാർത്ഥന അടിമകളോട് തേടാനുള്ള, പടപ്പുകളോട് തേടാനുള്ള തെളിവാണ് എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇനി മറ്റൊരു തെളിവ്, അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ ഇവൾ കൊണ്ടുവരുന്ന കാര്യപ്പെട്ട ഒരു ആയത്താണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്ത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. നിങ്ങളുടെ വലിയകൾ അത് അള്ളാഹുവും റസൂലുമാണ്. അതുപോലെ തന്നെ സകാത്തും നിസ്കാരവുമെല്ലാം നിലനിർത്തുന്ന റുക്കൂഅകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ നിങ്ങളുടെ വലിയകളാണ്. അപ്പൊ അവരോട് തേടാം എന്ന് ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അവതരിച്ചത് സ്വഹാബികൾക്കാണല്ലോ. 3-4 ഉത്തമ തലമുറകൾ കഴിഞ്ഞു പോയിട്ട് അവരാരും ഈ ആയത്തിന് ഇങ്ങനൊരു വിശദീകരണം കൊണ്ടുവന്നിട്ടില്ല. ഈ ആയത്ത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവായി ഒരു പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണമായി മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം. ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഖൗമനാ ഖദ് ഹജറൂന വഅഖ്സമു അല്ലാ യുജാലിസൂന. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഖൗമ്, ഞങ്ങളുടെ സമൂഹം, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി വിട്ടു. ഞങ്ങളുടെ കൂടെ അവർ ഇരിക്കുന്നില്ല, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. ആ കുഫാറുകളുടെ സ്നേഹബന്ധം, അവരുടെ കൂടിയിരുത്തം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സ്നേഹിതന്മാർ അള്ളാഹുവും റസൂലും നിസ്കാരവും സകാത്തും നിലനിർത്തുന്ന ആളുകളാണ് എന്നതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. ഇനി മാത്രമല്ല, ഈ ആയത്തിന്റെ തൊട്ടു മുൻപുള്ള ആയത്തുമായി ബന്ധപ്പെടുത്തിയും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തൊട്ടുള്ള ആയത്ത് എന്താ? വലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ. ജൂതന്മാരെയും നസ്രാണികളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത്. അപ്പൊ ഈ ആയത്തിൽ പടപ്പുകളോട് ചോദിക്കാൻ തെളിവുണ്ടെങ്കിൽ മുൻപുള്ള ആയത്ത് ഇതുപോലെ ആരോടും ചോദിക്കരുത് എന്നുള്ള തെളിവാകണം. മുമ്പുള്ള ആയത്തിലെ വിളക്കും ഈ ആയത്തുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ച മറ്റൊരു രൂപമാണ്, ഈ ആയത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവുണ്ട് എങ്കിൽ മുൻപ് കഴിഞ്ഞ ആയത്തിലും ഇതേ കാര്യം വിലക്കിയതായിരിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ജൂതന്മാരെയും നസ്രാണികളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ ജൂതന്മാരെയും നസ്രാണികളെയും അവിടുത്തെ ആളുകൾ വിളിച്ചു തേടിയിരുന്നു, അതുകൊണ്ട് അവരെ വിളിച്ചു തേടരുത്, മുഅ്മിനീങ്ങളോടും അള്ളാഹുവിനോടും റസൂലിനോടാണ് വിളിച്ചു തേടേണ്ടത് എന്നാണോ? ഒരു നിലക്കും ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാവുകയില്ല. അത് ഇവരുടെ വെറും വാദവും തട്ടിപ്പുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം.
വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ ഒരിക്കലും ശിർക്കിനുള്ള തെളിവ് ഉണ്ടായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനുള്ള തെളിവ് ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അതിനുള്ള ശക്തമായ ആക്ഷേപങ്ങളും ശക്തമായ താക്കീതുകളുമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അല്ലാഹു പറഞ്ഞു, ഖുൽ ദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങൾ പറയുക, ഉദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി, എനിക്ക് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന, നിങ്ങൾ ജൽപ്പിക്കുന്ന അവരെ നിങ്ങൾ വിളിക്കുക. ലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ബാധിച്ചാൽ അത് നീക്കിത്തരുവാൻ, അത് പൂർണ്ണമായി മാറ്റിത്തരുവാൻ അവർക്ക് സാധിക്കുകയില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിന് പുറമെ വിളിച്ചാരാധിക്കപ്പെടുന്ന ആളുകൾ അവരൊരു ഈത്തപ്പഴത്തിന്റെ കുരു പോലും ഉടമപ്പെടുത്തുന്നില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ കേട്ടാൽ തന്നെ അതിന് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. മറ്റൊരായത്ത്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചവർ അവരെക്കാൾ വഴിപിഴച്ചവരായി മറ്റാരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക, അതാര് തന്നെയായാലും അത് ശിർക്കാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഇബാദത്ത് ഇവർക്ക് വകവെച്ച് കൊടുക്കലാണ്. അത് അവരെ ഇലാഹാക്കലാണ്. അതിലൂടെ അവർക്ക് കൊടുക്കുന്നത് ഇബാദത്താണ്. അത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ സ്വർഗം ഹറാമാകും, നരകം നിർബന്ധമാകും, എല്ലാ അമലുകളും അതോടുകൂടി പൊളിഞ്ഞു പോകും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി മക്കയിലെ മുശ്രിക്കുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അവർ പൂർണ്ണമായും അവരുടെ ആലിഹത്തുകൾക്ക് സ്വയം കഴിവുള്ളവരാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നതിനു വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ചില ഇബാറത്തുകൾ, അതിന്റെ സത്യാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യമായി ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്താണ് ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാഹ്. അദ്ദേഹം മുതകല്ലിമീങ്ങളുടെ ഇമാമായിരുന്നു, അശ്അരികളുടെ ഇമാമായിരുന്നു. പിന്നീട് ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തൗബ ചെയ്ത് അദ്ദേഹം നല്ല അവസ്ഥയിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വന്ന ചില കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇതാ ഇമാം റാസിയുടെ തഫ്സീറിൽ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകൾക്കാണ് സ്വയം കഴിവുള്ളത്, അവരുടെ ഇലാഹുകൾക്ക് സ്വയം കഴിവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവല്ല, മറിച്ച് അവർക്ക് സ്വയം കഴിവുണ്ട്, അവർ സ്വയം പര്യാപ്തരാണ് എന്നതിനു വേണ്ടി ഒരു ചില ഇബാറത്തുകൾ ഉദ്ധരിക്കാറുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്ന ഒരു ഇബാറത്ത് ഇതാണ്, വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. ഇമാം റാസി പറഞ്ഞിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെ ഇവർ വിളിച്ചാരാധിക്കുന്ന ആളുകൾ അവർ ഉപദ്രവിക്കും, അവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കും, അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുവാനും സാധിക്കും. ഇതാണ് കാര്യമായി അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ഇബാറത്ത്. പക്ഷെ ഇതിൽ തന്നെ അവർക്കുള്ള മറുപടി ഉണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ബിദ്അത്തുകാർ അവർ ശിർക്ക് സ്ഥാപിക്കാൻ എന്താണോ തെളിവ് കൊണ്ടുവന്നത് അതിൽ തന്നെ അവർക്കുള്ള മറുപടി ഉണ്ടാകുന്ന. ഇവിടെ നോക്കൂ, ഇവരുടെ ആലിഹത്തുകൾ അവർ സ്വയം ഉപകാരം ചെയ്യുകയും ഉപദ്രവമേൽപ്പിക്കുകയും ചെയ്യും, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുകയും ചെയ്യും. എന്താ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ? ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ സ്വയം കഴിവുള്ള ആൾക്ക് എന്തിനാ പിന്നെ ഷഫാഅത്ത് ചെയ്യാം? ഷഫാഅത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് വേണ്ടി ന്യായം പറയാം, ഒരാൾക്ക് വേണ്ടി ന്യായം നിൽക്കുക, അതാണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ. ഇവരുടെ ആലിഹത്തുകൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് ശുപാർശക്ക് വേണ്ടി നിൽക്കുമെന്ന് പറയേണ്ട ആവശ്യമല്ല അവിടെ.
അവിടെ തന്നെ അവരുടെ ഇലാഹുകൾക്ക് സ്വയം കഴിവില്ല എന്ന് അവർ വിശ്വസിച്ചതിന് ഇമാം റാസി റഹിമഹുള്ള തന്നെ പറയുന്ന മറുപടി അതിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രല്ല അദ്ദേഹം അതേ സംഭവത്തിൽ തൊട്ടപ്പുറത്തുള്ള ഒരു ഇബാറത്തിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം: മഅ്തിറാഫികും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയ വൽ ആഖിറത്തി ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനിഹി. മക്കയിലെ മുശ്രിക്കുകൾ അവർ തിരിച്ചറിഞ്ഞിരുന്നു, പരലോകത്തിലാകട്ടെ ദുനിയാവിലാകട്ടെ അവർക്ക് ലഭിക്കുന്ന എല്ലാ ഖൈറാത്തുകളും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അവരുടെ ആലിഹത്തുകളിൽ നിന്ന് ലഭിക്കുന്നതാണെന്നല്ല, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. വഅ്തിറാഫികും ബിഅന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തദുറു അൽബത്ത. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാർ അവർ സ്വയം ഒരിക്കലും ഉപകാരമോ ഉപദ്രവമോ ഏൽപ്പിക്കുകയില്ല, അതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഇമാം റാസി റഹിമഹുള്ള അദ്ദേഹം തന്നെ അതേ സന്ദർഭത്തിൽ മറ്റൊരു ഇടത്ത് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഇവരെ ശിർക്ക് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ഇബാറത്തുകളെ സത്യാവസ്ഥയാണത്. ഒരിടത്ത് പറഞ്ഞത് അത് മുറിച്ചു വായിക്കുകയും അതല്ലെങ്കിൽ അത് മുറിച്ചുകൊണ്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും ചില ഭാഗങ്ങൾ മൂടി വെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ മക്കാ മുശ്രിക്കുകൾക്ക് അവരുടെ ആലിഹത്തുകൾക്ക് സ്വയം കഴിവുണ്ട്, അള്ളാഹു കൊടുക്കാത്ത സ്വയം കഴിവുണ്ട്, അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ള ആലിഹത്തുകളാണ് അവരുടെ ആലിഹത്തുകളെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം ബൈദാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം: വതസ്വിയതു മാ യഅബുദുൽ മുശ്രികൂന മിൻ ദൂനില്ലാഹി അൻദാദൻ. മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ അള്ളാഹുവിലേക്ക് സമപ്പെടുത്തിയത് എങ്ങനെയാണ്? വമാ സഅമു അന്നഹാ തുസാബിഹി ഫീ ദാതിഹി വസിഫാതിഹി. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിന്റെ ദാത്തിലും അള്ളാഹുവിന് കടപിടിക്കുന്ന ആലിഹത്തുകളാണ് അവരുടെ ആരാധ്യന്മാരെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. വലാ അന്നഹാ തുഖാലിഫു ഫീ അഫ്ആലിഹി. അള്ളാഹുവിനെ എതിരിടുന്ന ആലിഹത്തുകളാണ് ഇവരുടെ ആലിഹത്തുകൾ എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. لأنهم لما تركوا عبادته إلى عبادتها. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം മറ്റുള്ള ഇലാഹുകളെ ഇബാദത്ത് ചെയ്തപ്പോൾ അവർ അവയെ ആലിഹത്തുകളായി സ്വീകരിക്കുകയും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പങ്കു ചേർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മക്കാ മുശ്രിക്കുകൾക്ക് എന്ത് വിശ്വാസമല്ല, അവരുടെ ആലിഹത്തുകളാണ് സ്വയം കഴിവുള്ളവർ, അള്ളാഹു കൊടുക്കാത്ത സ്വതന്ത്രമായ കഴിവുള്ളവരാണ് അവരുടെ ആലിഹത്തുകളെന്ന് ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇമാം റാസി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതായി കാണാം: അജ്മഅ കുല്ലുൽ അംബിയാഇ അലാ അന്ന ഇബാദത ഗൈരില്ലാഹി കുഫ്റുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെയുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതെല്ലാം കുഫ്റാണ് എന്നതിൽ എല്ലാ അംബിയാക്കളും ഇജ്മാഇലായിട്ടുണ്ട്. സവാഅൻ ഇഅ്തഖദു ഫീ ദാലികൽ ഗൈരി ഇലാഹൻ ലിൽ ആലമി. അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ഇലാഹുകളാണ് എന്നവർ വിശ്വസിച്ചാലും അവർ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുലേക്ക് അവരെ അടുപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശ്വസിച്ച് ചെയ്താലും എങ്ങനെ ചെയ്താലും അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന വിഷയത്തിൽ അംബിയാക്കൾ ഇജ്മാഇലായിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ നോക്കൂ: വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് പറയാം. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. എങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്? ഇല്ലാ വഹും മുശ്രികൂൻ. ഷിർക്ക് വെച്ചവരായിക്കൊണ്ടാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ ഷിർക്ക് സംഭവിക്കുക വിശ്വാസത്തിലാണ്. ഇപ്പൊ ഷിർക്ക് സംഭവിക്കണമെങ്കിൽ വിശ്വാസം വേണം, ആ വിശ്വാസത്തിലാണ് ഷിർക്ക് സംഭവിക്കുക. ഈ ആയത്ത് മുശ്രിക്കുകളുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം. നസലത് ഹാദിഹിൽ ആയത്തു ഫീ തൽബിയത്തി മുശ്രിക്കി അൽ അറബ്. മുശ്രിക്കുകളായ അറബികളുടെ തൽബിയത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. അവർ അള്ളാഹു വിശ്വസിച്ചിരുന്നത് ശിർക്കോടുകൂടിയാണ്. ഇനി മറ്റൊരു ഇബാറത്ത് നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം: അന്നഹും കാനു മുഖിറീന ബിവുജൂദിൽ ഇലാഹി. അള്ളാഹു ഉണ്ട് എന്നവർ അംഗീകരിച്ചിരുന്നു. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെളിവുകൾ നമ്മൾ വായിച്ചു. ഇനി ഇല്ല അന്നഹും കാനു യസ്ബിതൂന ശരീകൻ ഫിൽ മഅബൂദിയത്തി.
അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം അവർക്കുള്ളതിനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകളിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കാളികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ ഷിർക്ക് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതാണ്. അപ്പൊ നോക്കൂ, അവർക്ക് വിശ്വാസമുണ്ട്. സഹാബിയാണ് പറയുന്നത്, മിൻ ഈമാനിഹിം, മക്കയിലെ മുശ്രിക്കുകളെ ഈമാനിൽപ്പെട്ടതാണ്. പക്ഷെ ആ വിശ്വാസം ശരിയാണോ? അല്ലേ? അല്ല, ആ വിശ്വാസം പൂർണ്ണതയില്ലാത്ത വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പക്ഷെ മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവാണ് ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കൽ എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർക്ക് ഈമാനുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമുണ്ട്. പക്ഷെ അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയാണ്, ഇഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ ഇൽമി വൽ ഖുദ്റതി വൽ വുജൂദി വൽ ഹിക്മതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇതുവരെ ലോകത്ത് ഒരാളും തന്നെ വന്നിട്ടില്ല അള്ളാഹുവിനോട് എല്ലാ നിലക്കും ഒരു പങ്കാളിയുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരാളും ഇന്നേ വരെ വന്നിട്ടില്ല. ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയാൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ നിലക്കും കടപിടിക്കുന്ന, അള്ളാഹുവിന്റെ അറിവിലും അള്ളാഹുവിന്റെ ഹിക്മത്തിലും അള്ളാഹുവിന്റെ വുജൂദിലും എല്ലാ നിലക്കും അള്ളാഹുവിനോട് കടപിടിക്കുന്ന ഒരു ഇലാഹുണ്ട് എന്ന് ഇന്നേ വരെ ഒരുവനും വാദിച്ചിട്ടില്ല. അതോടുകൂടി മക്കാ മുശ്രിക്കുകൾ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു എന്നത് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഇമാം അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫലൈസ അഹദുൻ യുശ്രികു ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി. അള്ളാഹുവിൽ ആരെങ്കിലും ശിർക്ക് വെക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവന് ഈമാനുള്ളത് കൊണ്ടാണ്. കാരണം ഈമാനിലാണ് ശിർക്ക് സംഭവിക്കുക എന്ന് ഇമാം തബറി റഹിമഹുല്ലാഹ് ഇബ്നു സൈദിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇവർ ഷിർക്ക്, അതിനെ നമ്മൾ താക്കീത് ചെയ്യുമ്പോൾ അതിന് എതിരെ പറയാറുള്ള ഒരായത്താണ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇല്ല, മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടി അവർ കൊണ്ടുവരുന്ന ആയത്താണ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അവർ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ് എന്ന ആയത്ത് അവർ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വഹാദാ യദുല്ലു അലാ മൻ അൻകറൽ ബഅസ വൽ ഖിയാമത ഫഹുവ കാഫിറുൻ. ഇവിടെ അള്ളാഹുവിനെ നിഷേധിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ ഖിയാമത്ത് നാളിനെയും ബഅസിനെയും നിഷേധിച്ചത് കൊണ്ടാണ്. അപ്പൊ ഖിയാമത്ത് നാളിനെയും ബഅസിനെയും നിഷേധിച്ചവൻ അവൻ കാഫിറാണ് എന്നതാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖിയാമത്ത് നാൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക, വിശുദ്ധ ഖുർആനെ നിഷേധിക്കുക, അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം എന്ന് പറഞ്ഞത്. അതല്ലാതെ അള്ളാഹുവിനെ പൂർണ്ണമായി അവർ നിഷേധിച്ചത് കൊണ്ടല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു ശുബ്ഹത്ത്, ഇവർ ഷിർക്കിനെതിരെ നമ്മൾ താക്കീത് ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ ഷിർക്ക് സംഭവിക്കുന്നു, ഷിർക്കിനെതിരെ ആയത്തുകൾ ഓതുമ്പോൾ ഇവിടെ പറയാറുള്ള ഒരു ന്യായമാണ്, അതല്ലെങ്കിൽ ഇവർ പറഞ്ഞു നടക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്? മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിഷയത്തിൽ വന്ന ആയത്തുകളാണ് ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകളുടെ കാര്യത്തിൽ ഓതുന്നത്. അത് മക്കയിലെ മുശ്രിക്കുകളുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. അത് ഈ നാട്ടിലെ ഇപ്പോ നിലവിലുള്ള മുസ്ലിമീങ്ങളുടെ പേരിൽ ഓതുവാൻ പാടില്ല. അത് അസ്ഥാനത്തോതലാണ്, അത് ആക്ഷേപമാണ്, ആരോപണമാണ് എന്നൊക്കെ പറയുന്നതായി കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, വിശുദ്ധ ഖുർആനിൽ
മക്കയിലെ മുശ്രിക്കുകൾ അവരെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ അത് മുഅ്മിനീങ്ങൾ കൂടി അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് കൂടി ബാധകമായ ആയത്തുകളായിരിക്കും. മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം, വകുല്ലു ആയത്തിൻ വറദത് ഫീ ദമ്മിൽ കുഫാരി തജുറു ബിദൈലിഹാ അലാ ഉസാത്തിൽ മുഅ്മിനീൻ. കുഫാറുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകൾ ആ ആയത്തിന്റെ പരിധിയിൽ മുഅ്മിനീങ്ങളിൽ ആ തിന്മ ചെയ്യുന്ന ആളുകളും അതിൽ ഉൾപ്പെടും. മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവരെ ശിർക്കുമായി ബന്ധപ്പെട്ടു വന്ന ആയത്തുകൾ ഇന്ന് മുസ്ലിമീങ്ങൾ അതേ ശിർക്ക് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ ആയത്തുകളിൽ ഇന്നത്തെ മുസ്ലിമീങ്ങളും ഉൾപ്പെടും. അത് മുഫസ്സിറുകൾക്കിടയിൽ അറിയപ്പെട്ട അടിസ്ഥാനമാണ്. മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് ഇവിടെ ഓതാൻ പാടില്ല, ഇവിടെ ഓതണമെങ്കിൽ ഇവിടെ തന്നെ വേറെ ആയത്ത് ഇറങ്ങണം, അന്ന് അങ്ങനെ വാശി പിടിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിക്കാത്ത കാര്യമാണ്. മക്കാ മുശ്രിക്കുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്ത് അത് മുസ്ലിമീങ്ങളിൽ നിന്ന് ശിർക്കുണ്ട് എങ്കിൽ, അവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇതിനു കൂടി ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഹാദിഹിൽ ആയത്തു വഇൻ കാനത് ഖിതാബൻ ലിൽയഹൂദി വന്നസാറ ഇല്ലാ അന്നഹാ തജുറു ബിദൈലിഹാ അലാ മൻ തുശ്രികു ബില്ലാഹി ഗൈറഹു മിനൽ മുസ്ലിമീൻ. ഈ ശിർക്കിന്റെ വിഷയത്തിൽ മക്കാ മുശ്രിക്കുകളുടെ കാര്യം മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരുടെയും നസ്രാനികളുടെയും ശിർക്കിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ശിർക്കിനെ കുറിച്ച് വന്ന ആയത്തുകൾ മുസ്ലിമീങ്ങളിലെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടി ബാധകമാണ് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ മക്ക മുശ്രിക്കുകളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ് ഇന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ ഓതുന്നത് എന്നതിന് പണ്ഡിതന്മാർ തന്നെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ശിർക്കിന് വേണ്ടി നമ്മുടെ കേരളത്തിലടക്കം ശിർക്കിന് തെളിവ് പിടിക്കാൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാം എന്നതിന് തെളിവ് പിടിച്ചുകൊണ്ട് ഇവർ ഓതുന്ന ആയത്താണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ എന്ന ശിർക്കിന്റെ മുനയൊടിക്കുന്ന ഈ ആയത്ത്. യഥാർത്ഥത്തിൽ ഇത് ശിർക്കിന്റെ അടിവേരറുക്കുന്ന ആയത്താണ്. ഈ ആയത്താണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാൻ ഇവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്വഹീഹായ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ശിർക്കിനെ ന്യായീകരിക്കാൻ ആരെങ്കിലും ഒരു കാര്യം തെളിവ് കൊണ്ടുവന്നാൽ അതിൽ തന്നെ അവർക്കുള്ള മറുപടി ഉണ്ടായിരിക്കും. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം? ഈ ആയത്ത് എന്താണ്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് മുമ്പ് നാം അയച്ച പ്രവാചകന്മാരോട് ചോദിക്കുക. കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഔലിയാക്കളോട് അമ്പിയാക്കളോടൊക്കെ ചോദിക്കാം എന്നാണ്. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽന, നാം നിശ്ചയിച്ചിട്ടുണ്ടോ, മിൻ ദൂനിർ റഹ്മാനി, റഹ്മാനായ റബ്ബിന് പുറമെ ആലിഹത്തൻ, വല്ല ഇലാഹുകളെയും, യുഅബദൂൻ, വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ആലിഹത്തുകളെ നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇവിടെ ചോദിക്കുക എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള തെളിവായി ഇവർ പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ വ്യക്തമായി മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാം അൽ ബഗവി, മുഫസ്സിറുകളിൽ പ്രസിദ്ധനായ ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അഹ്ലുൽ കിതാബിൽപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഭൂരിഭാഗം മുഫസ്സിറുകളും വിശദീകരിച്ച കാര്യമാണ്. അഥവാ അബ്ദുല്ലാഹി ഇബ്നു സലാം, സൽമാനുൽ ഫാരിസി, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെ പോലെ അഹ്ലുൽ കിതാബിൽ നിന്നും മുഅ്മിനീങ്ങളായ സ്വഹാബികളുണ്ട്. അവരോട് ചോദിക്കുവാനാണ് കൽപ്പനയുള്ളത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റഹിമഹുല്ലാഹ്, ഇമാം ഖതാദ, ഇമാമുൽ ലഹാഖ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. അത് തഫ്സീറു തബരിയിൽ ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഔലൽ ഖൗലൈനി ബിസ്സവാബി ഫീ തഅവീലി ദാലിക, മുർസലീങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും ശരിയായ വ്യാഖ്യാനം എന്നാൽ സൽ മുഅ്മിനീ അഹ്ലിൽ കിതാബ്, മുഅ്മിനീങ്ങളായ
അഹ്ലുൽ കിതാബുകാരോട് ചോദിക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, ഇസ്രാഇന്റെ രാത്രിയിൽ പ്രവാചകന്മാരെ കാണുമ്പോൾ അപ്പോൾ ചോദിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദാ ഹുവ സ്വഹീഹു ഫീ തഫ്സീരി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏറ്റവും ശരിയായ അഭിപ്രായം അതാണ്. ഇത് ഒരുപാട് മുഫസ്സിറുകൾ, അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ്, ഇമാം അസ്സുഹരി, സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയ മുഫസ്സിറുകളെല്ലാം ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇതൊക്കെ വിശദീകരിച്ച ഒരു മുഫസ്സിറുകൾ പോലും അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാനുള്ള തെളിവായി ഇത് പറഞ്ഞിട്ടില്ല. മുർസലീങ്ങളോട് ചോദിക്കൂ എന്ന് പറഞ്ഞതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്ത പണ്ഡിതന്മാരാരും അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള തെളിവായി ഈ ആയത്ത് പറഞ്ഞിട്ടില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാം എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണ്ഡിത ലോകത്ത് ഒട്ടും പരിചയമില്ലാത്തൊരു വാദാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഇതിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി മറ്റൊരു വിഷയം, അംബിയാ മുർസലീങ്ങളോട് ചോദിക്കാൻ സാധിക്കും. അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, കൈഫ അമറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്അല الرسل المتقدمين وهو لم يدركهم. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുക മുർസലീങ്ങളോട് ചോദിക്കാൻ വേണ്ടി? കാരണം മുർസലീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിക്കുകയില്ല, അവരോട് ചോദിക്കാൻ സാധിക്കുകയില്ല. അത് അസംഭവ്യമായ കാര്യമാണ്. എങ്ങനെയാണ് അത് ചോദിക്കുക? ഫൽ ജവാബു മിൻ സലാസത്തി ഔജുഹ്, 3 തരത്തിലാണ് അതിലുള്ള മറുപടി. എന്നിട്ട് അദ്ദേഹം ആ ആയത്തിന്റെ വിശദീകരണം നമ്മൾ മുൻപ് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ലിസ്തിഹാലത്തി സുആലിഹി മൻ മദാ മിൻഹും. മുർസലീങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ഇസ്തിഹാലത്തുള്ള കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ്. മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്, അത് നടക്കൂല, അത് സാധിക്കുകയില്ല എന്ന് ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ല പറയുകയാണ്. അപ്പൊ ആരോടാണ് ചോദിക്കേണ്ടത്? നമ്മൾ മുൻപ് പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് അതിനുള്ള മറുപടി. ലൈസൽ മുറാദു ബിസുആലി റുസുലി ഹഖീഖത സുആലി ലിഇഹാലതിഹി. പ്രവാചകന്മാരോട് ചോദിക്കാൻ പറഞ്ഞത് നേരിട്ട് പോയി യഥാർത്ഥത്തിൽ ചോദിക്കുക എന്നുള്ളതല്ല, അതൊരിക്കലും നടക്കുകയില്ല എന്ന് ഇവരുടെ ഇമാമായ സമഖ്ശരി തന്നെ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബുകളിലും ഇമാം റാസിയുടെ കിതാബുകളിലും ഇത് കാണാൻ സാധിക്കും. ഫഹാഹുന സുആലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ അംബിയാ അല്ലദീന കാനൂ ഖബ്ലഹു മുംതനിഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് അത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് എന്ന് ഇമാം റാസി തന്നെ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ആശൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഇന്ന സുആലഹു الرسل الذين من قبله متعذر على الحقيقة. മുൻപുള്ള പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് എന്ന് ഇമാം ആശൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ നോക്കൂ, ഇതിന്റെ വ്യാഖ്യാനതാണ്. ഇത് വ്യാഖ്യാനിച്ച ഒരു പണ്ഡിതന്മാരും മുത്തഖദ്ദിമീങ്ങളായ മുൻകാലക്കാരായ സ്വീകാര്യയോഗ്യന്മാരായ മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ച് ഇങ്ങനെയാണ്. അവര് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാൻ ഈ ആയത്ത് തെളിവ് പിടിച്ചിട്ടില്ല. നേരെ മറിച്ച് ശിർക്കിനെ പൊളിക്കുന്ന, തൗഹീദിനെ സ്ഥാപിക്കുന്ന ആയത്താണ്. അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. റഹ്മാനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന വല്ല ഇലാഹുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാൻ, മഹാന്മാരോട് തേടാൻ തെളിവ് പിടിക്കുന്ന മറ്റൊരു സംഭവമാണ് അന്ധനായ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന്
ഷഫാഅത്തിനെ ചോദിക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തു, അതല്ലെങ്കിൽ ഷഫാഅത്ത് ചോദിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യാപകമായി ജനങ്ങൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഒരു കണ്ണ് കാണാത്ത വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്. എന്നിട്ട് ഉദ്ഉല്ലാഹ അയ്യുആഫിയനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് ആഫിയത്ത് നൽകാൻ താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കണ്ണിന് കാഴ്ചയല്ല, അപ്പൊ കാഴ്ച ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത ദഅഉതു ലക വ ഇൻ ശിഅത സബർത ഫഹുവ ഖൈറുൽ ലക. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഉദ്ഉഹു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്, സബർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പറഞ്ഞു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ തിരിയുന്നു, ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, നിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട് നിന്നിലേക്ക് ഞാൻ തിരിയുന്നു. എന്നിട്ട് യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ഇന്നി തവജ്ജഹ്തു ബിക, ഞാൻ താങ്കളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്, താങ്കളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു, ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിന് വേണ്ടി, ഫതുഖ്ബാലി, അങ്ങനെ ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ വശഫിഅനി ഫീഹി, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നീ സ്വീകരിക്കണേ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന എന്റെ ഈ തേട്ടവും നീ സ്വീകരിക്കണേ എന്ന ഈ ഒരു സംഭവം തെളിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് കൊണ്ട് അള്ളാഹുവിനോട് ഇടത്തേട്ടം തേടാം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാം എന്നതിന് ആളുകൾ തെളിവാക്കുന്നതായി കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇതാ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണ്. ചില ഉലമാക്കൾ ഇതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട്, ഹസനാക്കിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ചിലർ ഇതിനെ സ്വഹീഹ ഹസനാക്കി, ചിലർ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാലിഹ് ആലു ഷെയ്ഖ് ഹഫിദഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, തബറാനിയുടെ മുഅ്ജമുസ് സഗീർ എന്ന കിതാബിൽ ഒരു വലിയ റിവായത്ത് കാണാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ദുആ ചെയ്തു എന്നാണുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇമാം തുർമിദി ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലുള്ള ആ സംഭവം അത് സ്വഹീഹാണ് എന്ന അഭിപ്രായമുണ്ട്, ളഈഫാണ് എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഇമാം തബറാനി മുഅ്ജമുസ് സഗീറിൽ ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുള്ള സംഭവം അത് ളഈഫാണ്. ആ ഹദീസിന്റെ പരമ്പരയിൽ ചില മജാഹീലുകളുണ്ട് എന്നാണ് സാലിഹ് ആലു ഷെയ്ഖ് ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വഫാത്തിന് ശേഷമുള്ളത് ളഈഫാണ്. ഇനി വഫാത്തിന് മുമ്പുള്ളതോ അതിൽ ചർച്ച ഉണ്ട്. ളഈഫാണ് എന്ന അഭിപ്രായമുണ്ട്, സ്വഹീഹാണ് എന്ന അഭിപ്രായമുണ്ട്. ഇനി സ്വഹീഹാണെന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് കൊണ്ട് അള്ളാഹുവിനോട് ഇടത്തേട്ടം നടത്താനോ, ഔലിയാക്കളോട് അവരുടെ ഹഖ് ജാഹ് കൊണ്ട് ഇടത്തേട്ടം നടത്താനോ, മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുവാനോ ഇതിൽ തെളിവില്ല. കാരണം അയാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ഉല്ലാഹ അയ്യുആഫിയനി, നേരിട്ട് വന്ന് ചോദിക്കണത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അനുവദിക്കപ്പെട്ട ശറഇൽ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്.
തന്നേക്കാൾ ഖൈറായ ഒരാളെ കാണുമ്പോൾ അയാളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ അയാളോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയൽ അത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ആ തവസ്സുലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശഫാഅത്തിന് വേണ്ടിയാണ് ആ കണ്ണു കാണാത്ത വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും അദ്ദേഹത്തിന്റെ കാഴ്ച അത് തിരിച്ചു കിട്ടിയതും. അപ്പൊ ഇതിൽ യാതൊരു നിലക്കുമുള്ള സംശയമില്ല. ചില പണ്ഡിതന്മാർ ഇത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാനോ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുവാനോ ഇതിൽ തെളിവില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന അനുവദിക്കപ്പെട്ട തവസ്സുലിന് മാത്രമേ ഈ ഹദീസ് അത് സ്വഹീഹാണെന്ന് വെച്ചാൽ പോലും തെളിവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി ശഫാഅത്ത് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവായി അതല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുവാൻ തെളിവായി പറയുന്ന ഒരായത്താണ്. അവർ സ്വയം അക്രമം ചെയ്ത് താങ്കളുടെ അരികിലേക്ക് വന്നാൽ എന്നിട്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടിയാൽ അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പാപമോചനം തേടിയാൽ എന്ന് പറഞ്ഞ ഈ ആയത്ത് മുനാഫിഖുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് എന്ന് ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന ഒരു സംഭവം പ്രചരിപ്പിച്ച് അത് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുവാനുള്ള സഹായം തേടാനുള്ള തെളിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ദഈഫും ദുർബലവുമായ കാര്യമാണ്. ആ അറാബി ആരാണ് എന്ന വിഷയത്തിൽ ഒരു ഉറപ്പുമില്ല. ആ അറാബി ഒരു കാഫിറാണോ മുസ്ലിമാണോ ആരാണ്, അത് സ്വഹീഹാണോ അത് ദഈഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഇരുന്ന് കരഞ്ഞ ആ സംഭവം അത് ദഈഫാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മരിച്ചുപോയ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ സഹായം തേടാനുള്ള തെളിവല്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശുബ്ഹത്തുകൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരം ദുർന്യായങ്ങളും ഇത്തരം ചില തെളിവുകൾ, ദുർബലമായ തെളിവുകൾ, കാമ്പില്ലാത്ത തെളിവുകൾ പിടിച്ചുകൊണ്ട് ശിർക്കിനെ ന്യായീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അത് പൊള്ളയാണ്, അത് നിരർത്ഥകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും ഷിർക്കിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.